ഹൈമക് ഈമക് എന്നുള്ള ഇൻട്രാക്റ്റീവ് പോയമാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. ഹൈമക് ഈമക് പ്ലെയിൻ ചൈനീസ് അഗെയിൻ. അതൊരു ഇൻട്രാക്റ്റീവ് മൾട്ടിമീഡിയ ഡിജിറ്റൽ പോയമാണ്. ഒരു കളക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളും പോയറ്റ്സും പ്രോഗ്രാമേഴ്സും കൂടിയാണ് ഈ ഒരു പോയം എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതും ഇലക്ട്രോണിക്കലി ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ത്രൂ ഇൻ്റർനെറ്റ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മൈഗ്രേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഹിസ്റ്ററി, ഐഡൻറ്റിറ്റി, ചൈനീസ് ഇമിഗ്രൻ്റ് എക്സ്പീരിയൻസ് ഇൻ കാനഡ ഈ കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് ചൈനയിലുള്ള ആളുകൾ ഇമിഗ്രേറ്റ് ചെയ്ത് കാനഡയിലോട്ട് മാറി. സോ ആ സമയത്ത് അവരുടെ ആ മൈഗ്രേഷൻ്റെ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, വേറെ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് പറിച്ചു നടപ്പെടുന്നു, ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇവരുടെ ഐഡൻറ്റിറ്റി, അതെല്ലാം ഈ ചൈനീസ് ഇമിഗ്രൻസിൻ്റെ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഒരു മാപ്പ് ലൈക്ക് ഇൻ്റർഫേസ് ആണ് ഇതിനുള്ളത്. നമുക്ക് യൂസേഴ്സിന് അതിലൂടെ നാവിഗേറ്റ് ചെയ്ത് ഇൻ്റർ കണക്റ്റഡ് സ്പേസസിലോട്ട് പോവാം. വീഡിയോസ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ആർട്ട് വർക്ക് ഉണ്ട്. അപ്പോൾ കുറേ ഇമേജസിലൂടെയാണ് നമ്മൾ യൂസേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്ത് ഓരോ പേജിലോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് റൈറ്റേഴ്സിനെ കുറിച്ച് ആദ്യമേ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ചൈനീസ് ഇമിഗ്രേഷൻ ടു നോർത്ത് അമേരിക്കാസ് ഗോൾഡ് മൗണ്ടൻ, ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചൈനക്കാർ എന്താ പറയുക, നോർത്ത് അമേരിക്കയിലോട്ട് കുടിയേറി പാർക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ആ സ്ട്രഗിൾ എന്താണ്, പിന്നെന്താണ് ഗ്ലോബൽ ക്യാപിറ്റലിസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കുറേ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഉണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള ചൈനീസ് മ്യൂസിക് ഉണ്ട്, പിന്നെന്താണ് ഈ ഇൻറ്റേർണലായിട്ട് വരുന്ന കമ്മ്യൂണിറ്റി സ്ട്രഗിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഡിഫറെൻറ്റ് ജനറേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ആൻഡ് ക്ലാസസ് ഓഫ് ഇമിഗ്രൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റേസിസത്തിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. 11 റൈറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ പ്രോഗ്രാമേഴ്സിൻ്റെ ഒരു കൊളാബറേഷനാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. 3 വർഷം എടുത്തിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബിറ്റ്വീൻ ദ ഇയേഴ്സ് 2011 to 2014. ഓക്കെ, 8 വീഡിയോ പോംസ് ആണുള്ളത് ഈ ഒരു വെബ്സൈറ്റിനകത്ത്. HTML5 വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. അതിനകത്ത് ആ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രെഡ് വായുടെയാണ്. അദ്ദേഹം കാനഡയിലാണ് ജനിച്ച് വളർന്നതൊക്കെ. ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛന് ചൈനീസ് റെസ്റ്റോറൻ്റാണ് ഉള്ളത്. അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പിന്നീട് അദ്ദേഹം അവാർഡ് വിന്നിംഗ് പോയിറ്റും ക്രിട്ടിക്കും പോയിറ്റ് ലോറേറ്റ് ഒക്കെ ആയി കാനഡയിൽ. ആൻഡ് ഹൈബ്രിഡിറ്റി, അതായത് ആ മിക്സഡ് ഒറിജിനെ കുറിച്ച്, പിന്നെ മിക്സഡ് ആൻസസ്ട്രിയെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഫാമിലി ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഒക്കെയാണ് സംസാരിക്കുന്നത്. ആൻഡ് ഒരുപാട് 40 വർഷത്തിലേറെയായിട്ട് അദ്ദേഹം പോംസ് ഒക്കെ എഴുതി പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാനഡയിൽ. ആൻഡ് വിഷ്വൽ ആൻഡ് വീഡിയോ ആർട്ടിസ്റ്റുകളുടെ ഇടയിലും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ വീഡിയോ കൊളാബറേഷൻസും ഒരുപാട് പെർഫോമൻസസും ഇദ്ദേഹവും കാഴ്ചവെച്ചിട്ടുണ്ട്. അടുത്തത് നിക്കോള ഹാർവുഡ് ആണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രോജക്റ്റ് ഡയറക്ടർ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് ഇവരാണ്. റൈറ്ററാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ബഫലോ ഗേൾസ് എന്ന് പറഞ്ഞൊരു പ്ലേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെമ്പിൾ ഓഫ് മാഡ്നസ് എന്നും പറഞ്ഞ സീരീസ് ഓഫ് ഇൻട്രാക്റ്റീവ് ഇൻസ്റ്റലേഷൻസ് സ്ത്രീകളെക്കുറിച്ചും ആനിമൽസിനെ കുറിച്ചും ഗേൾസിനെ കുറിച്ചും അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത വരുന്നതെന്ന് വെച്ചാൽ ജിൻ സാങ് ആണ്. സൗണ്ട് മ്യൂസിക്കും ജിൻ സാങ്ങിൻ്റെതാണ്. അയാൾ ചൈനയിൽ ജനിച്ച ആളാണ്. അയാളൊരു കമ്പോസറാണ്. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ മ്യൂസിക്കൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അയാളാണ് ഇതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെസ്സി വാപ്പ് എന്ന് പറഞ്ഞ പെർഫോമൻസ് അല്ലെങ്കിൽ വീഡിയോ ഇവരാണ് ഇനിഷ്യേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തത്. ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ് ചെയ്ത് ഇവർ തന്നെയാണ് കേട്ടോ. പിന്നെ തോമസ് ലോവും ഒരു വീഡിയോ ആർട്ടിസ്റ്റാണ്, ആർക്കിടെക്റ്റാണ്, ഡാൻസറാണ്. നെക്സ്റ്റ് വരുന്നത് ടൊമോയോ ഇഹായ, ഗ്രാഫിക് ഡിസൈൻ ചെയ്ത് നമ്മുടെ ടൊമോയോ ഇഹായയാണ്. അയാൾ ഗ്രാഫിക് ഡിസൈനറും കൂടി ആണ്. ഓക്കെ, ദെൻ ഹിറോമോട്ടോ ഇഡ, അത് പെർഫോമറാണ്. അയാളൊരു പെർഫോമറാണ്, ഡയറക്ടറാണ്, കൊറിയോഗ്രാഫറാണ്. ആൻഡ് പിന്നെ നമ്മുടെ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പ് ജ്വാ അല്ലെങ്കിൽ ഏജന്റിക് കമ്മ്യൂണിക്കേഷൻസ് എന്ന് വെച്ചാൽ ഈ ഡിസൈനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതും കൺസൾട്ട് ചെയ്തതും ഡെവലപ്പർ ആയതും ഒക്കെ ഇയാൾ തന്നെയാണ് കേട്ടോ. അതൊരു സോഷ്യൽ ഓൺട്രപ്രണറും കൂടിയാണ്. പിന്നെ പേട്രസ് ലിയൂ, അയാൾ ഫിലിം മേക്കറാണ്. ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പിന്നെ ഫിലിം പ്രൊഡക്ഷനിലൊക്കെ ഇയാൾ ഒരുപാട് 30 വർഷമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഹൈമക് ഈമക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഇന്റർഡിസിപ്ലിനറി ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ ഒരു 3 വർഷം എടുത്ത് ചെയ്ത കാര്യമാണ്. എക്സ്പെരിമെൻ്റലാണ്, ഡയലോഗിക്കാണ്, നമ്മളുടെ അടുത്ത് കൺവേഴ്സ് ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. മിക്സഡ് ഫോം ഓഫ് സൗണ്ട് ഉണ്ട്, പോയട്രി ഉണ്ട്, വീഡിയോ ഉണ്ട്, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ട്. റേസിസം ഉണ്ട്. ഇതിനകത്ത് വരുന്ന തീംസ് റേസിസം വരുന്നുണ്ട്, നമ്മുടെ ചൈനീസ് ഇമിഗ്രേഷൻ വരുന്നുണ്ട്, ഹിസ്റ്ററി, എക്കണോമിക്സ്, കാനഡയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചൈനയുമായിട്ടും കാനഡയുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്.
അപ്പോൾ ആ പവറിനെ കുറിച്ച്, കൾച്ചറിനെ കുറിച്ചും മൈഗ്രേഷൻ ഇൻ കാനഡയെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ബോഡിയുടെ സെൻഷ്വാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് ഇതിനകത്ത്. ഡിജിറ്റൽ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഡിജിറ്റൽ എൻവയോൺമെന്റ് ആണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വളരെ പോയറ്റിക് ആണ്, എന്നാൽ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ്. ഐ മീൻ ഡ്രീംസ്കേപ്പ് പോലെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഫ്രാഗ്മെന്റഡ് എന്ന് വെച്ചാൽ പീസ് ബൈ പീസ് എല്ലാം മിക്സഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന മിത്തിനെ കുറിച്ചും മിഗ്രേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് എന്താണ് ഇവരെല്ലാവരും പറഞ്ഞു പോയേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അതിൻ്റെ തീംസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം ആദ്യമേ, അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ. ആദ്യമേ ഒരു ബ്ലൂ ഇങ്ക് വാഷ് ലാൻഡ്സ്കേപ്പ് ആണ് കാണിച്ചേക്കുന്നത്. ബ്ലൂ ഇങ്കിൻ്റെ ഒരു കൈൻഡ് ഓഫ് ലാൻഡ്സ്കേപ്പ് ആണ് കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന മെനി ഇമ്പോർട്ടൻറ്റ് ഇമേജസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ചൈനീസ് ഇങ്ക് വാഷ് പെയിൻറ്റിങ് സ്റ്റൈലിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ യൂസ് ചെയ്ത് ഒരു ലാൻഡ്സ്കേപ്പ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇമേജസ് എന്താണ്, നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജിനെയാണ് കാണിക്കുന്നത്. അതായത് ഇമിഗ്രൻസും അവരുടെ പഴയ ഹോം ലാൻഡും തമ്മിലുള്ള കണക്ഷൻ. ബ്ലൂ ടോൺ എന്ന് പറയുന്നത് കുറച്ച് മെലങ്കോളിക് ആയിട്ടുള്ളൊരു ഇതിനെ കാണിക്കുന്നു. അതായത് ലോസിനെ, നഷ്ടത്തിനെ, അല്ലെങ്കിൽ ഒരു ലോങ്ങിങ്ങിനെ. അതായത് മൈഗ്രൻസ് അല്ലേ, വേറെ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് താമസിക്കുകയാണ്. അപ്പോൾ അവർ ആ പഴയ ഹോം ലാൻഡിനെ കുറിച്ചുള്ള നൊസ്റ്റാൾജിയ, ഒരു വിഷമോ സാഡ്നെസ് എല്ലാം ഇതിനകത്ത് കാണാം. മൈഗ്രൻസിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഇതിനകത്ത് കാണാം. രണ്ടാമത്തത് ലോട്ടറി ടിക്കറ്റ്സ് ആണ്. ലോട്ടറി ടിക്കറ്റ്സ് എന്ന് പറയുന്നത് ടെക്സ്റ്റും പോയട്രിയും കൂടെ കലർന്നാണ് ലോട്ടറി ടിക്കറ്റിൻ്റെ വിഷ്വൽസ് കാണിച്ചേക്കുന്നത്. അത് മെറ്റഫറിക്കലി അഡ്രസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ്റെ ആ ഒരു, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്, ജീവിതം എങ്ങനെയാകും, ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക അൺപ്രഡിക്റ്റബിലിറ്റിയും റിസ്ക്കും നമുക്കിതിനകത്ത് ഇത് സൂചിപ്പിക്കുന്നു ലോട്ടറി ടിക്കറ്റ്. അതുപോലെ തന്നെ ചൈനക്കാരുടെ ഹെഡ് ടാക്സ് കാനഡയിലുള്ള, അതായത് ഹെഡ് ടാക്സ് എന്ന് പറയുമ്പോൾ അവർ വേറെ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് കാനഡയിൽ വന്ന് താമസിക്കുമല്ലേ, അപ്പോൾ ചൈനക്കാർക്കൊരു ടാക്സ് കൊടുക്കണം. അപ്പോൾ അവരുടെ ആ ഹെഡ് ടാക്സിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചൈനീസ് ഇമിഗ്രൻസിനെതിരെയുള്ള കാനഡയിലുള്ള ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള പോളിസീസിനെ കുറിച്ചും എക്കണോമിക്കലായിട്ടുള്ള അവർ പ്രശ്നങ്ങൾ നേരിടുന്ന എക്കണോമിക് ബേർഡൻ, ഈ ചൈനക്കാർ കാനഡയിൽ നേരിടുന്ന എക്കണോമിക് ബേർഡനെ കുറിച്ചുമാണ് ഇത് പറയുന്നത്. പിന്നെന്താണ്, കുറച്ച് ഹിസ്റ്റോറിക്കൽ ഫോട്ടോഗ്രാഫ്സും പോർട്രേറ്റ്സും ഉണ്ട്. അതായത് ചൈനീസ് ഇമിഗ്രൻസിൻ്റെ കുറേ ആർക്കൈവൽ ഫോട്ടോഗ്രാഫ്സും അവരുടെ ആ കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത്. അതെന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയാണ് കാണിക്കുന്നത്. ഈ ഏർലി ചൈനീസ് സെറ്റിലേഴ്സ്, നേരത്തെ വന്ന പഴയ ചൈനീസ് സെറ്റിലേഴ്സിൻ്റെ ലൈഫിനെയാണ് കാണിക്കുന്നത്. അതൊരു വിഷ്വൽ നെറേറ്റീവ് പോലെ. ഓൾഡ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, കണ്ടംപററി ഡിജിറ്റൽ എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള ഡയലോഗാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് റേസിസത്തിനെ കുറിച്ചും പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻ എന്ന് വെച്ചാൽ ഇവരെ എങ്ങനെയാണ് മാറ്റി നിർത്തുന്നത് ഈ ചൈനീസ് കമ്മ്യൂണിറ്റിയെ. പിന്നെ കുറച്ച് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തീംസിനെയാണ് കാണിക്കുന്നത്. മാപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെ നാവിഗേഷൻ ടൂളായിട്ടും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാപ്പ് ഇവിടെ നാവിഗേഷൻ ടൂളായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇമിഗ്രൻസിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അവർ മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു ഐഡൻറ്റിറ്റി ഇല്ലായ്മ, ഐഡൻറ്റിറ്റി ക്രൈസിസ്, അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലൈഫ്, അതായത് ചെതറിക്കിടക്കുന്ന ലൈഫ്, അവർക്കൊരു കംപ്ലീറ്റ്നെസ് ഇല്ലല്ലോ, ഒരു ഹോൾനെസ് ഇല്ല. സോ ആ ഒരു മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള ഇമിഗ്രൻ്റ് എക്സ്പീരിയൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർ എങ്ങനെയാണ് ഇവരുടെ ഐഡൻറ്റിറ്റിയെ സ്വയം ഈ ഒരു പുതിയ ലാൻഡിൽ കണ്ടുപിടിക്കുന്നത്, ഡിസ്കവർ ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ബോഡി ഇമേജ് ആണ് കാണിക്കുന്നത്. ഹ്യൂമൻ ബോഡിയുടെ കുറേ പാർട്സിൻ്റെ ഇമേജസ്, ഹാൻഡും ഫേസും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം കുറേ വിഷ്വൽസും ബ്ലെൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ മൈൻഡ് സെറ്റ് ഓഫ് മൈഗ്രേഷൻ ആണ് കാണിക്കുന്നത്. ഫിസിക്കലി അവരെന്തൊക്കെ അനുഭവിക്കുന്നു, ഇമോഷണലി ഈ ആളുകൾ എന്തൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളത്. പിന്നെ പോയറ്റിക് ടെക്സ്റ്റ് ഓവർലേസ് ഉണ്ട്. അതായത് കുറേ ഇമേജസിനകത്ത് ടെക്സ്റ്റുകളുണ്ട്, പോയറ്റിക്കലായിട്ടുള്ള ടെക്സ്റ്റും, പിന്നെ അത് കുറേ പീസസ് ആയിട്ട് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പം ഇത് പേഴ്സണൽ കണക്ഷനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വോയിസിനെ കുറിച്ചും സൈലൻസിനെ കുറിച്ചും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസും എങ്ങനെയാണ് അവരുടെ കഥകൾ പറയാൻ വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യുന്നതും ഇതൊക്കെയാണ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഓവർലേ കാണിക്കുന്നത്. പിന്നെ ജനറൽ തീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റും ബിലോങ്ങിങ്ങും വരുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ചൈനീസ് എലിമെൻസും വെസ്റ്റേൺ എലിമെൻസും രണ്ടും തമ്മിലുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. കാനഡയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചൈനീസ് എസ്തെറ്റിക്സ് അല്ലെങ്കിൽ അവരുടെ ആ എലിമെൻറ്റ്സ്, കൾച്ചർ, അത് രണ്ടും തമ്മിലുള്ള ഒരു ടെൻഷൻ കാണിക്കുന്നുണ്ട്. രണ്ട് കൾച്ചറുകൾ തമ്മിലുള്ള ടെൻഷൻ. പിന്നെ
മൈഗ്രേഷൻ്റെ ലെഗസിയുടെ അല്ലെങ്കിൽ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നുണ്ട്. ചൈനീസ് ഇമിഗ്രൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ് കാനഡയിൽ അവർ വന്നതിന് ശേഷം, അതും കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത എന്താണ്, അവരെങ്ങനെയാണ് അവരുടെ ജേർണി, അവരുടെ ലൈഫൊക്കെ ഷെയ്പ്പ് ചെയ്തതെന്നും ആ ഒരു ഐഡൻറ്റിറ്റി ഇവരെങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്തതെന്നും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനീസ് ഇമിഗ്രേഷനെ കുറിച്ച് നമ്മളൊരു ഹിസ്റ്ററി മനസ്സിലാക്കണം. അപ്പം ചൈനീസ് ഇമിഗ്രേഷൻ്റെ നോർത്ത് അമേരിക്ക, അതായത് പെർട്ടിക്കുലർലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കാനഡ, അതാണ് നമ്മൾ നോക്കുന്നത്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള, അതായത് പേഴ്സണൽ കളക്റ്റീവ് മെമ്മറിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒരു കൂട്ടം ആളുകളുടെ മെമ്മറി അല്ലെങ്കിൽ പഴയ അവരുടെ ഒരു നൊസ്റ്റാൾജിയ, അവരുടെ ആ ഒരു ഇമിഗ്രേഷൻ്റെ എക്സ്പീരിയൻസ് എന്താണ്. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് ഇമിഗ്രൻസ് നോർത്ത് അമേരിക്കയിലൊക്കെ എത്തിച്ചേർന്നപ്പെട്ടത് മിഡ് 19th സെഞ്ച്വറിയിലായിരുന്നു. അത് ഒരു കാലിഫോർണിയ ഗോൾഡ് റഷിൻ്റെ പീരീഡിലായിരുന്നു. കാലിഫോർണിയ ഗോൾഡ് റഷ് എന്ന് പറയുമ്പോൾ അതായത് സദേൺ ചൈനയിൽ നിന്ന് കുറേ ആളുകൾ ഇങ്ങോട്ട് മാറി. അത് ഈ എക്കണോമിക്കൽ ഡിഫിക്കൽട്ടീസ് മാറാനും പൊളിറ്റിക്കലായിട്ടുള്ള അവർക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു റൂള്, അതായത് ഒരു ഗവൺമെൻറ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ മാറി, ഒരു ലൈഫ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ഗോൾഡ് റഷ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലിഫോർണിയൻ ഗോൾഡ് റഷ് എന്ന് വെച്ചാൽ അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇവൻ്റ് ആണ്. 1848 സട്ടേഴ്സ് മില്ല്, അതായത് കാലിഫോർണിയയിൽ ഗോൾഡ് ഡിസ്കവർ ചെയ്തു. അപ്പോൾ അത് 1855 ആകുമ്പോഴത്തേക്ക്, അതായത് അപ്പോൾ എന്ത് ചെയ്തു, വേറെ രാജ്യത്ത് നിന്നുള്ള ആളുകളൊക്കെ ഈ സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, ജോലിക്കും എക്കോണമിയുടെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ചൈനക്കാരെല്ലാം ഇങ്ങോട്ട് കയറി വന്നത്. ഓക്കെ, അതായത് ജെയിംസ് എന്ന് പറഞ്ഞൊരു കാർപ്പൻറ്റർ ഗോൾഡ് ഫ്ലേക്സ് ഈ ഒരു സ്ഥലത്ത്, അമേരിക്കൻ റിവറിൻ്റെ സ്ഥലത്ത്, അല്ലെങ്കിൽ ജോൺ സട്ടർ എന്ന് പറഞ്ഞ ഈ സട്ടർ ഐലൻഡിൽ ഡിസ്കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സോമിൽ അയാൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ അതിനടുത്ത് വെച്ച് ഇയാൾ കുറേ ഗോൾഡ് ഫ്ലേക്സ് ഡിസ്കവർ ചെയ്തു. ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തു ലോക്കൽ കമ്മ്യൂണിറ്റീസിനിടയിലും അക്രോസ് ദ വേൾഡിൻ്റെ ഇടയിലും. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് തൗസൻഡ്സ് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് സെറ്റിലേഴ്സ് അല്ലെങ്കിൽ പ്രോസ്പെക്ടേഴ്സ് എന്താണ് ഈ ഒരു 1849 അല്ലെങ്കിൽ 1848 ആ ഒരു ഇയറിലോട്ട് നല്ല രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഓൾ ഓവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, എബ്രോഡ് ആയിട്ടുള്ള ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, യൂറോപ്പിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, ചൈനയിൽ നിന്നും ഒരുപാട് പേര് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ബസ്ലിംഗ് സിറ്റി ആയി മാറാൻ തുടങ്ങി ആ ഒരു സ്ഥലം. അപ്പോൾ എക്കണോമിക് ബൂം ഒരുപാട് സംഭവിച്ചു. അതായത് ഗോൾഡ് വന്നതല്ലേ, അപ്പോൾ ഒരു ഭയങ്കര ഒരു എക്കണോമിക് ഹബ്ബായിട്ട് മാറി ഈ ഒരു സ്ഥലം കാലിഫോർണിയയിൽ. പിന്നെ മൈനിങ് തുടങ്ങി. അതായത് ഈ റിവറിൻ്റെ സ്ഥലത്തായതുകൊണ്ട് ടൂൾസ് വെച്ചിട്ടും ഒക്കെ ഒരുപാട് ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി, മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഹൈഡ്രോളിക് മൈനിങ്ങും ഒക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്ന് താമസിക്കുന്നതുകൊണ്ട് അവിടെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി തന്നെ ഫോം ചെയ്തു. ഓക്കെ, അപ്പം അപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ റിവറിൻ്റെ സൈഡിലും ഒക്കെ കാലിഫോർണിയയിലൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എന്ത് ചെയ്തു, ഈ പുതിയതായിട്ട് വന്ന ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിസ്പ്ലേസ് ചെയ്യാൻ തുടങ്ങി, കൊല്ലാൻ തുടങ്ങി, സ്ലേവ്സ് ഒക്കെ ആക്കാൻ തുടങ്ങി. പിന്നെ അവരുടെ ലാൻഡല്ല ഇവർ മൈനിങ്ങിന് വേണ്ടിയും ഫാമിങ്ങിന് വേണ്ടിയും ഇവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് എൻവയോൺമെൻറ്റിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ തുടങ്ങി. ഡീഫോറസ്റ്റേഷൻ, റിവർ പൊല്യൂഷൻ, സോയിൽ ഇറോഷനൊക്കെ വന്നു. അതുപോലെ തന്നെ എക്കണോമിക്കലി അത് എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്ഡ് ആവാൻ തുടങ്ങി. റെയിൽ റോഡ്സും ബാങ്കും ഒരുപാട് ബിസിനസ്സുകളെല്ലാം വരാൻ തുടങ്ങി. അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. അങ്ങനെ ചൈനയിൽ നിന്ന് വന്ന് താമസിച്ച ആളുകളുടെ കാര്യമാണ് നമ്മൾ ഈ ഇമേജസിനകത്ത് കാണുന്നത്. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഡിജിറ്റൽ ക്രിയേറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ആളെന്ന് പറയുന്നത് ഫ്രെഡ് വാ ആണ് കേട്ടോ. FREDWAH. 3 ആസ്പെക്റ്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റലേഷനാണിത്. വെബ്സൈറ്റ് ഉണ്ട്, ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോയും കൂടിയാണിത്. വീഡിയോസും ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്, എത്ര പോവംസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 പോവംസിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത് കേട്ടോ. 2014 എന്താ പറയുക, അതിൻ്റെ ഫസ്റ്റ് പബ്ലിക് എക്സിബിഷൻ ഇതിന് കിട്ടുന്നത്. ആൻഡ് ബ്രിട്ടീഷ് കൊളംബിയയിലെ നെൽസൺ എന്നുള്ള സ്ഥലത്ത് ഓക്സിജൻ ആർട്ട് സെൻറ്ററിലാണ് ഇതിനെ ആദ്യമായിട്ട് പബ്ലിക്കലി എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര പ്രോഗ്രാമേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, 11 പേരുണ്ട്. 3 വർഷം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത്. എന്താണ് ഹൈമക്ക് എന്ന് വെച്ചാൽ എന്താണ്, അതൊരു ഇൻ്റർ ഡിസിപ്ലിനറി വർക്കാണ്. ചൈനീസ് ഇമിഗ്രൻസിൻ്റെ പ്രശ്നങ്ങൾ കാനഡയിൽ എന്തൊക്കെയുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. HTML5. പിന്നെ ഈ ഒരു ടൈറ്റിൽ എവിടെ നിന്നാണ് വന്നതെന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ടൈറ്റിൽ എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ ഈ ചിനൂക്ക് ഒരു ഫ്രേസാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ജാർഗണാണ്, അല്ലെങ്കിൽ ഒരു ഫ്രേസാണ്. ഫ്രേസിൽ നിന്ന്, ഒരു ജാർഗണിൽ നിന്ന് വന്നതാണ് ഈ ഒരു സംഭവം. അതായത് മക്ക് എന്ന് പറഞ്ഞൊരു ജാർഗണുണ്ട്. അതായത് ഫുഡിനെ കുറിച്ച് പറയുന്നതാണ് മക്ക്. അപ്പം
അത് ഫുഡിനെ കുറിച്ച് പറയുന്നൊരു കൈൻഡ് ഓഫ് ജാർഗണാണ്. ഇതിനകത്തുനിന്ന് വന്നതാണ് ഹൈ മക്ക് എ മക്ക് എന്നുള്ളത്. അതായത് പ്ലെൻറ്റി ഓഫ് ഫുഡ് അല്ലെങ്കിൽ പ്ലെൻറ്റി ടു ഈറ്റ് എന്നാണ് വന്നത്. അതൊരു ചിനൂക്ക് ജാർഗണാണ് കേട്ടോ. അപ്പം ചിനൂക്ക് ജാർഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പെസഫിക് നോർത്ത് വെസ്റ്റിലുള്ള ഒരു ലാംഗ്വേജിലെ ജാർഗണാണ് ഈ ഒരു മക്ക് എ മക്കെന്ന് ഉള്ളത്. അത് പിന്നെ ഹൈ മക്ക് എ മക്കെന്ന് അവരങ്ങാക്കിയതാണ്. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, പ്ലെൻറ്റി ഓഫ് ഫുഡ് അല്ലെങ്കിൽ പ്ലെൻറ്റി ടു ഈറ്റ്. ഇനി ഫ്രെഡ് വാ ആരാണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു ഈ ഒരു പോയം എങ്ങനെയാണെന്ന് 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ എഴുതാനൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നമുക്കൊന്ന് നോക്കാം ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ വെബ് പേജിനകത്ത് എന്തൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് റീഡേഴ്സിന് അല്ലെങ്കിൽ യൂസേഴ്സിന് ഒരു വാട്ടർ കളേർഡ് ഡ്രോപ്ലെറ്റ് ഓഫ് ബ്ലൂ കളർ നമുക്ക് ആ ഒരു ഇമേജ് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഹ്യൂമൻ സ്റ്റാച്ചു, ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ സ്റ്റാച്ചു കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പോവംസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സർട്ടൻ ചൈനീസ് ക്യാരക്ടേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്, അതായത് ലെറ്റേഴ്സ് എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് കോർണറിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഹോൾ പോവം നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രഡീഷണൽ ഏഷ്യൻ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെന്താണ് ഈ മ്യൂസിക്കിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂസിക് ഒരു ലൂപ്പിൽ ഇങ്ങനെ ഇട്ടേക്കുവാണ്. അത് റീഡേഴ്സിനെ ഒന്ന് എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മ്യൂസിക് ഇട്ടിട്ട് ഈ ഒരു ഇമേജസ് നമുക്ക് വായിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊരു ഡിജിറ്റലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റ് പോവമാണ് ഇമിഗ്രേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. റീഡേഴ്സിനെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാനും ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും എൻഗേജ്ഡ് ആക്കി ഇരുത്താനും ഇതിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ഈ സൈറ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാം, ഇമേജസ് കാണാം എനി ലെങ്ത് ഓഫ് ടൈമിന് വേണ്ടി. ഓക്കെ. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ എസ് ചോദിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മറ്റേ ഗോൾഡ് റഷിനെ കുറിച്ചൊക്കെ ഒന്ന് എഴുതിക്കോണം. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കിപ്പോൾ നമ്മൾ നോക്കി. ഇനി ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രോജക്റ്റ് വർക്ക് പോലെയാണ് കേട്ടോ. ഇതൊരു ഇൻ്റർഡിസിപ്ലിനറി പ്രോജക്റ്റ് വർക്കാണ്. ചൈനീസ് ഇമിഗ്രൻസിനെ കുറിച്ച്, കാനഡയിലുള്ള ചൈനീസ് ഇമിഗ്രൻസ് ഫേസ് ചെയ്തേക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇനി ഈ ഒരു കമ്മ്യൂണിറ്റിയിലിടയിലുള്ള പ്രശ്നങ്ങൾ, ജനറേഷൻസിൽ വന്ന പ്രശ്നങ്ങൾ, റേസിസത്തിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഈ ഹൈമക്ക് ഈ മക്കിന് 6th ആനുവൽ ന്യൂ മീഡിയ റൈറ്റിംഗ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവരുടെ ആ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ എസ് ആയിട്ട് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുക. അതായത് ഓരോ ഇമേജും എന്തിനെയാണ് കാണിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യമേ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ഒരു ഡിജിറ്റൽ ഹൈപ്പർ ടെക്സ്റ്റ് പോവമാണെന്ന് പറയുക. കുറച്ച് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് ആണ് ഇതിൻ്റെ ഇമേജസ് ഒക്കെ വന്നു പോയി നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുക. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജസ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, വീഡിയോ ഉണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഏഷ്യൻ മ്യൂസിക്കാണ്, കുറേ മാപ്പുണ്ട്. പിന്നെന്താണ്, ഹാൻഡ് റിട്ടൺ, ഈ ഫ്രെഡ് വായുടെ തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള കുറേ പോവംസ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ പോവം ഉണ്ട്. പിന്നെ റീഡേഴ്സിന് ഹ്യൂമൻ സ്റ്റാച്ചു, ബ്ലൂ കളറ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓൾഡ് മാൻ്റെ ഫേസ് ഉണ്ട്. അത് ഏഷ്യൻ ഒറിജിൻ ആയിട്ടുള്ളൊരു ഏഷ്യൻ മാനിൻ്റെ ഫേസാണ്, റിങ്കിൾഡ് ആണ്. അത് വ്യൂസിന് കാണിക്കുന്നുണ്ട്. പിന്നെ വ്യൂവേഴ്സിന് അറിയാൻ പറ്റത്തില്ല ഇത് ആരാണെന്നോ അയാളെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിലും ഒരു ഓൾഡ് ഏഷ്യൻ മാൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് എൻ്റെ അടുത്ത് പറയുന്നില്ല. അത് ഓൾഡർ ജനറേഷനുള്ള ഒരാളെയാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ വീഡിയോ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് ബാനറുമായിട്ടാണ്, മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബാനറുമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഈ ടെക്സ്റ്റ് ബാനർ നമുക്ക് അക്രോസ് ദ സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആർട്ടിസ്റ്റുകളുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ കുറേ ഏഷ്യൻ മെൻ ഒരു ടേബിളിൻ്റെ ചുറ്റിനും ഗ്യാതേർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പ്ലാനറ്റ് എർത്തിനെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഔട്ട്സൈഡ് ദ വിൻഡോ. ഓക്കെ. അപ്പം കുറേ സർക്കിൾസിൽ, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു വെബ് പേജാണ്, അല്ലെങ്കിൽ ഒരു പോവമാണ് ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത്. പ്രസൻറ്റ് ഡേയും പാസ്റ്റ് ഡേയും ചൈനീസ് ഇമിഗ്രൻസിൻ്റെ അല്ലെങ്കിൽ ചൈനീസ് ഇമിഗ്രേഷൻ്റെ കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്.